Audience. എന്താ ചെയ്യുന്ന ഷർട്ട് എന്റെ കൊച്ചായിരുന്നു എന്റെ മുത്ത്. അതിലേക്ക് ചേരുവോ? ചേരും, പിന്നെ നല്ല ഭംഗിയുണ്ട്. പക്ഷെ അത് സൈഡില് കുറച്ചൊന്ന് ഷേപ്പ് ചെയ്തിട്ട് കൈ അങ്ങനെ ലൂസാക്കിട്ടാൽ. അല്ല, നിന്റെ കൊച്ചു മെഡിസിൻ പഠിക്കണമെന്നല്ലേ പറഞ്ഞേ? ഈ മെഡിസിൻ പഠിക്കുന്ന കൊച്ചൊക്കെ നിനക്ക് ശരിയാവൂടെ? ഈ മെഡിസിൻ പഠിക്കുന്ന കൊച്ചു നിനക്ക് സെറ്റ് ആവൂന്ന്? അതോ നീ തള്ളിയതാണോ? എടാ ഞാൻ എന്തിനാ തള്ളണത്? കറക്റ്റ് അവള് മെഡിസിൻ പഠിക്കുന്നത്. തള്ളണം മെനക്ക് നിക്കണേ. ഗോൾഡനെ ലല്ലു ചേട്ടൻ മുത്തേ സുഖിത ആ എവിടെ പോയേ? ഞങ്ങൾ ചെറിയൊരു പർച്ചേസിങ്ങിന് പോയതാ. ആണോ? ആ അല്ല മുത്തിനി എന്നാണ് പോണേ തിരിച്ച്? 5-ാം തീയതി രാവിലേക്ക് അങ്ങ് പോകും. 5 പോവല്ലേ? എന്നാലും മുത്തേ നല്ല രീതിയിൽ പഠിക്കണം കേട്ടാ. പഠിച്ചാലേ നമ്മളെ നോക്കാൻ പറ്റുള്ളൂ. അതിനാ കൊച്ചു മൃഗ ഡോക്ടറിനല്ലോ പഠിക്കുന്നത്. ശരിയാ, ചേട്ടൻ എന്ന് പോവും? ഞാൻ ഉണ്ട് ഇവിടെ. ആണോ? ആ പോ. ഓ ശരിയെന്നാ. ശരിയെന്നാ താത്ത മമ്മൂട്ടിക്കാ ഡ്യൂട്ടിക്ക് പോയാ? ആ ഡ്യൂട്ടിക്ക് പോയിക്കുന്നത്. ഓ ഞാനൊന്ന് അന്വേഷിച്ചെന്ന് പറയണേ. പറയാം. അവിടെ നോക്കടാ. അപ്പൊ ഇതാണല്ലേ മമ്മൂട്ടിക്കട സുൽഫി? അല്ല, ഈ ലക്ഷണം കണ്ടിട്ട് നിനക്ക് അങ്ങോട്ട് സെറ്റ് ആവും തോന്നില്ലടേ? ചേട്ടാ നിനക്കത് മനസ്സിലാവത്തുണ്ടാ? എടാ അവള് ഇച്ചിരി നാണവും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ അച്ഛനും അമ്മയും പാർട്ടിക്കാരാണ്, മറ്റേ പൊളിറ്റിക്സ്. ഇവക്കൊരു മാമയുണ്ട് പോലീസുകാരൻ. അതുകൊണ്ടല്ല അതിന്റെ ഇടയിൽ കിടക്കണുണ്ടല്ലോടാ. അല്ലെങ്കിൽ ഭയങ്കര ഓപ്പൺ മൈൻഡ് ആണ്. എന്നാ നീ വെടികൊണ്ട് ചാവ്, നടക്കും തോന്നില്ല കേട്ടോ. നീ എന്റെ സൈഡാ അവളെ സൈഡാ? അടങ്ങുന്നില്ല അവിടെ. പറഞ്ഞെന്നേ ഉള്ളൂ. കണ്ടോ ചേച്ചി, ഇതൊക്കെ കരിമംഗല്യം പോലൊരു സാധനമല്ലേ ചേച്ചി വരുന്നത്? ഇതെന്താന്നാവോ, എന്തോ കഷ്ടകാലമാണ്. കഷ്ടകാല സമയത്ത് ഇത് വരുന്നേന്നല്ലേ പറയണേ? ഇപ്പൊ കഷ്ടകാലമൊന്നുമില്ല, പക്ഷെ ഇത് തങ്കത്തിന് വരാനുള്ള സമയമായില്ലല്ലേ? 19 വയസ്സൊക്കെ ആകുമ്പോ മറ്റേ നിക്കുമ്പോഴൊക്കെ അല്ലേ പറഞ്ഞത്. പിന്നെ ഇത് എന്താ ചേച്ചി? ഇത് ചിലപ്പോഴേ ഇങ്ങനെ ഇറങ്ങി പോവുകയല്ലേ വെയിലും കൊണ്ട്, മെമ്പറൊക്കെ ആയതിനു ശേഷം. എന്റെ ചേച്ചി, വെയിൽ ഞാൻ ഇന്നും നിലയും കൊള്ളാൻ തുടങ്ങിയതാണോ? ഒന്നല്ലെങ്കിൽ ഇത് കഷ്ടകാലം, അല്ലെങ്കിൽ ഇത് ഈ അമ്മയുടെ പാരമ്പര്യമായിട്ടാന്ന് എനിക്ക് ഇങ്ങോട്ട് കയറിക്കോ. എന്തെങ്കിലും കൊള്ളരുതാത്ത വരാമെങ്കിൽ എന്റെ തലയിലോട്ട് കൊണ്ടിട്ടുള്ളൂ. എന്റെ പാരമ്പര്യമൊന്നുമില്ല. നിന്റെ അമ്മയുടെ പാരമ്പര്യം തന്നെ. എന്റെ പാരമ്പര്യം അല്ല. നിന്റെ പ്രായത്തില് എനിക്ക് ഒരു കരിമംഗല്യവും ഇല്ലായിരുന്നു. അതീവ സുന്ദരിയായിരുന്നു ഞാൻ. പിന്നെ ഇതെങ്ങനെയാ വന്ന എന്റെ മുഖത്ത്? പിന്നെ ആരുടെ പാരമ്പര്യം? അമ്മയുടെ അല്ലാതെ നിന്റെ തന്തയുടെ പാരമ്പര്യമായിരിക്കും. മരിച്ചു അതിന് തന്നേരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കും. പിന്നെ എന്നെ പറയണ്ട. അടിമിടിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ തലയിലോട്ട് കയറാൻ വരുവാ. അല്ല തങ്കം, അമ്മ ഇപ്പോഴും സുന്ദരിയാണ്. അതൊക്കെ ശരിയായിരിക്കും. എന്നിട്ട് ആ സൗന്ദര്യം ഒന്നും നമുക്ക് തന്നില്ല. കരിമംഗല്യവും പാട്ടും പഴമൊക്കെ തന്നത്. അതിൽ നിന്നൊരു ഇത്തിരി സൗന്ദര്യം നിനക്ക് ഞാൻ തന്നിരിക്കുക. അതുകൊണ്ടാണ് നീ ഇങ്ങനെയെങ്കിലും ഇരിക്കുന്നത്. അല്ലെങ്കിൽ അറിയാമായിരുന്നു. അമ്മേനോട് തല്ലുപിടിക്കുമ്പോ ഒരു രസം. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതോ വരണം. ഓ, ഇപ്പൊ സൂഫിനെ കൊണ്ടുനടക്കണ ആള് ദേ ഇവളാ. അതൊന്നും അല്ല, ഇക്കാന്റെ തിരക്ക് നോക്കിയിരുന്ന ഒന്നും നടക്കത്തില്ല. ഇനി ഇക്ക വന്നാലോ ഒരു സാധനം നമുക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാൻ പറ്റുമോ? അത് ശരി. ആണുങ്ങളെയും കൊണ്ട് കടയിൽ പോയാ വേഗാവട്ടെ എന്ന് പറഞ്ഞോണ്ടിരിക്കും. നമ്മുടെ ഒരു തഞ്ചത്തിന് നോക്കിയെടുക്കാൻ പറ്റും. സമ്മതിക്കൂ. അത് ശരിയാ. മാത്രം നല്ല രസാ ചേച്ചിയോട് പോയ. എന്തിനാ ഈ ആണുങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നത്? പെണ്ണുങ്ങളും പുറത്തിറങ്ങി പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. കണ്ട ഒരുത്തിയെ കണ്ട, അവള് പുറം ലോകം കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പൊ മെമ്പർ ആയതിനു ശേഷം എന്താണ് അകത്ത് കയറാൻ സമയമില്ല. പിന്നെ ആര് പറഞ്ഞു? ചേച്ചി കുടുംബശ്രീ തൊഴിലുറപ്പൊക്കെ ആയിട്ട് എന്തോ ഒരു തിരക്കായിരുന്നു. അതൊക്കെ എപ്പോഴാ ഇന്നാളെന്ന് പറഞ്ഞോണല്ലേ വെച്ചാൽ ഞാൻ പുറത്തോട്ടൊന്നും പോവില്ലായിരുന്നു. പിന്നെ നമുക്കൊരവസ്ഥയൊക്കെ വരുമ്പോ നമ്മള് പോയി പോകും. എന്റെ മെമ്പറായ ശേഷം കിളിറ്റേഷന്റെ വിളക്കൊക്കെ മാറിയോ? എവിടെന്ന്? എന്നെ കാണുമ്പോ ഇങ്ങനെ ഇരിക്കും, പിന്നെ അങ്ങനെ അലിഞ്ഞു വരുന്നു. കുഴപ്പമൊന്നുമില്ല. എനിക്ക് എന്തെങ്കിലും ജോലിയൊക്കെ നോക്കണം ചേച്ചി. ഭയങ്കര മടുപ്പാ വീട്ടിലിരുന്ന്. സത്യം. പെണ്ണുങ്ങൾക്ക് വരുമാനം ഇല്ലെങ്കിലുണ്ടല്ലോ ഒരു വില ഉണ്ടാവില്ല നമുക്ക്. ആണ്. ആകെ ഉള്ള ആശ്വാസം ചേച്ചി സുരചേച്ചിയുടെ വീട്ടിലോട്ട് ഓടി പോകുന്നതൊക്കെയാണ്. പിന്നെ ഇങ്ങോട്ട് വരും. അതൊക്കെയാ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കും. വരുമാനം ഉണ്ടാക്കണോ? രണ്ടുപേരും കൂടെ എന്തെങ്കിലും സെറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഒരു അച്ചാറ് കമ്പനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ പാടില്ലേ? വെറുതെ വീട്ടിലിരിക്കുമല്ലേ ചേച്ചി? സുലാന്റെ ആണെങ്കിൽ നല്ലോണം അച്ചാർ ഇടുകയും ചെയ്യും. ഞാൻ വേണമെങ്കിൽ എല്ലാവരോടൊക്കെ ഒന്ന് പറയാം, അങ്ങനെ എന്തെങ്കിലും നോക്ക്. നീ എന്തെങ്കിലും ഒന്ന് ഒപ്പിച്ചു കൊടുക്ക്. ഞാൻ എന്തൊപ്പിച്ചു കൊടുക്കാൻ? എന്തെങ്കിലും കുഞ്ഞു ലോണൊക്കെ വേണമെങ്കിൽ ഞാൻ ശരിയാക്കി തരാം. ലോൺ എടുത്താൽ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യാലേ ലോൺ കൊണ്ട്.
കറക്റ്റ് സബ്സിഡി ഒക്കെ ഉണ്ടെന്നേ. നമുക്ക് തുടങ്ങാല്ലേ? എന്തെങ്കിലും ചെയ്യണം. ആ അങ്ങനെ എന്തെങ്കിലും നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യണതൊക്കെ. അപ്പൊ പിന്നെ തങ്കം ലോൺ ശരിയാക്കി താ. ഞാൻ എന്തെങ്കിലും ലോൺ ഒപ്പിച്ച് തരാം. ദിലി ചേച്ചിക്ക് ഡാൻസ് സ്കൂളൊക്കെ ഉണ്ടാകണ്ടേ? എന്തോ സമാധാനം. സത്യം. അവൾക്ക് അതുകൊണ്ട് അവളുടെ കയ്യിൽ എപ്പോഴും പൈസ ഉണ്ടാവും. അവൻ എല്ലാത്തിനും അവന്റെ മുമ്പിൽ കൈ നീട്ടേണ്ട ഈ കാര്യമില്ല. കാലത്ത് ഒരാളിന്റെ വരുമാനം കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ ചെയ്യണം. ഞാൻ പോട്ടെ ചേച്ചി. ഇത്തിരി കാലം ആയില്ലയോ? എന്തോ വലിയ കവറൊക്കെ എന്തോ പൈസയൊക്കെ പൊടിച്ചിട്ടുണ്ട് മമ്മൂട്ടി. എന്നിട്ട് റേഷൻ കടയിൽ എന്ത് മേടിക്കാൻ പോണതാ? അരി വാങ്ങിക്കാം. എപ്പ നോക്കിയാലും റേഷൻ കടയിൽ പോയി അരി മേടിക്കില്ല. 2 പേരുണ്ട്. നിങ്ങക്ക് എന്തിനു മാത്രം അരി? അല്ല ഇപ്പഴല്ലേ ഇങ്ങനെ ഒരുപാട് അരിയൊക്കെ കിട്ടണത്. വാങ്ങിച്ചു വെച്ചാൽ പിന്നെ ദാരിദ്ര്യം ഇല്ലല്ലോ. അല്ലെങ്കിൽ സുലൂനെ കണ്ടാൽ അറിഞ്ഞൂടെ? അരി തീരുമല്ലേ അമ്മേ? എന്നാ പേശ സുൽച്ചേച്ചിക്ക് എവിടെ കൊറേ നേരമായി. പോയിട്ട് വരാം ഞാൻ. തട 2 വെച്ചേക്കണം. ഓട്ടട ഉണ്ടാക്കി തരാം. വരുമ്പോ കേറ്. എന്നാ പിന്നെ പോട്ടെ. ആര്? എന്താ മോനെ? സുലോചന തമ്പി രംഗവേദി. ഞാനാ ഒരു കൊറിയർ ഉണ്ടേ. ഒരു കൊറിയർ ഉണ്ടേ. കൊറിയർ 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 സാധനം എന്തോ വന്നതാ. ഓ ഓളടി. എനിക്കൊന്ന് താഴോട്ട് പോവാ. ലൊക്കേഷൻ ഒന്നും കിട്ടി കാണുമല്ലോ ഒരിക്കലും. നമ്മളെ കണ്ടിട്ട് നിർത്തിയതായിരിക്കും. ഓളടിച്ചെന്തായാലും ഒരു സൈൻ ചെയ്യണേ. ദാ. ഇവിടെ ആയിട്ടെ. താങ്ക് യു. എന്താണ് കാര്യമായിട്ടുണ്ടല്ലോ? ഇത് ചെറുക്കന്റെ ലല്ലുവിന്റെ. ഇതിവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പൊ താഴെ കൊണ്ടുവച്ചിട്ട് പോകുമ്പോ റേഷൻ കട അടയ്ക്കും. എന്നാ പോയി വരുമ്പോ എടുത്തിട്ട് പോയിട്ട് വരാം. എന്താന്നാ കാര്യമായിട്ടുള്ളതാണല്ലോ. ആ ചെറുക്കന്റെ എന്തെങ്കിലും ആയിരിക്കും. ആ അത് കൊണ്ടുപോയി എടുത്തു വെച്ചിട്ട് 2 ഇല പൊട്ടിച്ചിട്ട് വന്നേ. വാഴല. വാഴല. എന്റെ അമ്മ ശർക്കര വേണോ കുഞ്ഞിന്? അത് ഞാൻ തിന്നരുത് കേട്ടോ. അമ്മക്ക് തിന്നൂടാ അമ്മേ. ശർക്കര കുഴപ്പമില്ല മക്കളെ. ഒരു ശകലം എന്താ നാക്കിൽ വല്ലാതെ വരുന്നു. ഒരു ഈ അമ്മയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇച്ചിരി കൊള തരുള്ളൂ ഞാൻ. പോ. ഇല്ല അവൻ അറിഞ്ഞ എന്നെ കൊല്ലും. മധുരം കൊടുത്തു പറഞ്ഞു. ഇത് സമ്മാനം. ആരാ സമ്മാനം? നിനക്ക് വന്ന സമ്മാനം? ഈ ഡാഡിക്ക് പറഞ്ഞ സാധനങ്ങൾ എടുക്കരുതെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടില്ലേ? ഈ പാഴ്സല് എനിക്ക് കോയമ്പത്തൂരിൽ നിന്ന് വരാനുള്ള സാധനമാണ്. വീട്ടിലോട്ട് വന്നു. സുലുവിന്റെ ഈ സുലുവിന്റെ സാധനത്തിന് ഇവിടെ വാങ്ങിച്ചേക്കണത്? അത് മാമി കടയിലോട്ട് എന്തോ പോയപ്പോ വന്നതാണ്. അപ്പൊ ഇവിടെ വെക്കാൻ പറഞ്ഞു. ലല്ലുചേട്ടൻ എന്തോ ആണ്. ഈ ലല്ലുന്റെ എല്ലുവിന്റെ പല്ലുവിന്റെ ഒക്കെ വാങ്ങിച്ച് ഇവിടെ വെക്കണതിനാണ്. അത് ഞാനും മറന്നുപോയി കേട്ടോ. സുൽച്ചേച്ചി അങ്ങോട്ട് പോയപ്പോഴത്തേനും എടുക്കാൻ മറന്നുപോയി. പിന്നെ ഇത് കണ്ണി കണ്ടവരുടെ സാധനങ്ങൾ നിങ്ങള് എന്താ അതിപ്പോ അവിടെ ചേച്ചി വന്ന് എടുത്തോളൂ. അതിന് ക്ലീറ്റോന് എന്നാ കുഴപ്പം? എനിക്കൊരു ഇത് വരാണ്ടായിരുന്നേ കോയമ്പത്തൂരിൽ നിന്ന്. ഞാൻ അതൊന്ന് വിചാരിച്ചു പെട്ടെന്ന്. കുശാൽ കേശവല്ലേ കോയമ്പത്തൂരിൽ നിന്ന്? കുശാൽ കേശവൻ നിനക്കൊരു പുച്ഛം. ആർക്കും വേണ്ടാത്തൊരു കുശാൽ. ആ സംസാരിക്കല്ലേ. അതിന്റെ ഡിമാൻഡ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ് കേട്ടാ. അല്ല ഡാഡി, നമ്മുടെ വീട്ടിൽ എന്ത് ഡാഡി പാഴ്സൽ വരാത്ത? ഡാഡിയുടെ ഒരു പാഴ്സൽ വരും. അല്ല അതല്ലേ, ഒരു ജോലിയും കൂലി ഇല്ലാത്തവന്മാർക്ക് പാഴ്സലും ബഹളവും തന്നെ. അത് കൊണ്ട് എവിടെയും വെക്കും. ജോലിയും കൂലിയില്ലെങ്കിൽ ആ ചെറുക്കന് വരുമാനം ഉണ്ടാവും. എന്തിനാ പിടിച്ചു പറിക്കോ? മോഷണത്തിന് പോകും.
ജോലിയും കൂലിയില്ലാതെ വരുമാനം വരണമെന്ന് പറഞ്ഞു. എടാ ചെറുക്ക മാറി, നീ എന്തിനാ ഇതൊക്കെ എടുക്കാൻ പോണത്? നിനക്ക് വേറെ പണിയൊന്നുമില്ല, പോയി പിന്നെ പഠിക്കാൻ പോ. ഓ. നിങ്ങളെ ജോണി കോൺട്രാക്ടർ അന്വേഷിച്ചല്ലോ. എന്നെ അന്വേഷിക്കും, ഞാൻ കണ്ടിരുന്നു. ഇത്ര നാളായിട്ട് നിങ്ങൾ അന്വേഷിച്ചിട്ടില്ല. ഇപ്പൊ ഭാര്യ മെമ്പറായി കഴിഞ്ഞപ്പോ ഭർത്താവിനൊന്ന് അന്വേഷിക്കുന്നു. എന്റെ കർത്താവേ, ഇത് എന്ത്, നീ എന്ത് വിചാരിച്ചിട്ടാണ്? നീ മെമ്പറായോണ്ട് അയാൾ എന്നെ അന്വേഷിച്ചെന്നാ? പ്രതിപക്ഷമാണ്, പ്രതിപക്ഷം. അയ്യോ, ആര് പ്രതിപക്ഷം? നിങ്ങളോ? നിങ്ങൾ പ്രതിപക്ഷം അല്ലല്ലോ, നിങ്ങളൊരു പക്ഷമേ അല്ല. അതെ, പ്രതിപക്ഷം മറ്റവരാണെങ്കിലും ഞങ്ങളാണ് ശരിക്കും പ്രതികരിക്കുന്ന പ്രതിപക്ഷം. ഞങ്ങളും കൂടെ അങ്ങോട്ട് പിന്താങ്ങി കൊടുക്കണോണ്ടാണ് അവന്മാർ ഓരോ കാര്യങ്ങൾ ചെയ്യണത്. ഒരുപാട് കിടന്ന് നെഹളിക്കല്. എനിക്കൊരു നെകളിപ്പില്ല. ശക്തമായി പ്രതിപക്ഷം അങ്ങോട്ട് ആഞ്ഞടിക്കാണ്ടല്ലോ. അവന്റെ മെമ്പർ ഏത് എത്ര സീറ്റ് ഉണ്ട് നിങ്ങൾക്ക് ആഞ്ഞടിക്കാൻ? നീ ഇപ്പൊ ഇത് ചെയ്യാനല്ലേ വന്നത്? അതെ, അത് ചെയ്. ഓ, ഇനി നമുക്ക് രാഷ്ട്രീയം പിന്നെ പറയാം. എനിക്ക് വീട്ടിൽ രാഷ്ട്രീയം പറയണ ഇഷ്ടമില്ല. പോയി അത് കറി എന്താ വെച്ചാൽ ഉണ്ടാക്കും. വിട്ട് മെമ്പറായി കഴിഞ്ഞപ്പോ നിനക്ക് എല്ലാത്തിനും ഒരു മടിയുണ്ട്, എനിക്കറിയാം. മീൻ പെട്ടനൊക്കെ ഒരു പുച്ഛം പോലെയാണ് ഇപ്പൊ. ഇപ്പൊ 2 ഉണക്കമീൻ വറുത്തരട്ട് ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. എനിക്ക് വയ്യേ മെനക്കിടാനായിട്ട്, മേലൊക്കെ. ഒരു ജോലിക്കാരി വെച്ചാലോ? എന്താ പറയുക, മെമ്പറുടെ മാസം കിട്ടുന്ന വലിയ തുകയെന്ന് നമുക്ക് ഒരു ജോലിക്കാരി. എനിക്ക് അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് വെട്ടാൻ വയ്യ. വാ, അവിടെ പൂച്ച കാണും കൂട്ടുന്നു. വാ അങ്ങോട്ട് വാ. ഇനി അവസാനം അവിടെ വന്നിട്ട് മീൻ എന്നെ കൈ തരരുത്. ആ ഐഡിയ ആണെങ്കിൽ വേണ്ട, ഇച്ചിരി വെള്ളം എടുത്ത് തന്നാ മതി. ഞാൻ വരാം. വാ. ആ, ഒരാങ്ങളുള്ളത് ഒരു ഭർത്താവുള്ളതും കണക്കാം. നേരത്തെ കാലത്തെ വീട്ടിൽ കയറൂല. ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു, അതിന് വരുന്നത്. നിനക്ക് എന്തൊരാവശ്യം? നമുക്കെന്തൊരു ആവശ്യങ്ങളില്ല. എടാ പിന്നെ ഇന്നലെ ഒരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ അത് മുത്തിന്റെ കൊടുത്തേക്കോ, നീ പോയി വാങ്ങിച്ചോണ്ടോ? പാഴ്സൽ വന്നാ? അതവിടെ കൊടുത്താ? ഓ, ഞാൻ ഇന്നലെ കടയിൽ പോയപ്പോഴാണ് പാഴ്സൽ വന്നത്. ഞാൻ അപ്പൊ അവിടെ കൊടുത്തിട്ട് കടയിൽ പോയി. തിരിച്ചു വന്നപ്പോ വാങ്ങിക്കാൻ മറന്ന്. നീ എന്തായാലും പോയി വാങ്ങിച്ചിട്ടോ? അത് കുഴപ്പമില്ല. മുത്തിന്റെ അവിടെ ഇരുന്നോട്ട്. അവിടെ ഇരിക്കണമെന്നിന് അവിടെ ഇരുന്നോട്ട്. പിന്നെ അത് മുത്തിന്റെ അടുത്ത് തന്നെ പൊട്ടിക്കാൻ പറയണേ. അവളെന്തിനു പൊട്ടിക്കണത്? എന്ത് കുഴപ്പമൊന്നുമില്ല. നീ ആവശ്യമില്ലാത്ത പണി ഉണ്ടാക്കി വെക്കല്ലേ. അല്ലെങ്കിൽ തന്നെ എന്താണ് അവിടെ വരുമ്പോഴത്തേക്ക് ഒരു ഹോണടി, ഒരു ഒളിഞ്ഞു നോട്ടടേ. ആ കൊച്ച ഡോക്ടറിന് പഠിക്കുകയാണ്. വലിയ വീട്ടിൽ കെട്ടിച്ചൂടാനുള്ള കൊച്ചാ. നീ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടണം. അങ്ങനെ പറയണേ. അത് വലിയ വീട്, അപ്പൊ നമ്മളെ ചെറിയ വീടാ. എന്റെ പൊന്നെ, അത് നടക്കണ കാര്യമല്ലേ. നല്ലൊരു അയലോക്കമാണ്. ദയവേത് ഞങ്ങളെ പിണക്കല്ലേ. എന്റെ സുലി ചേച്ചി, സംഭവം അതൊന്നും അല്ല. ഇത് എന്റെ ഒരു ഫ്രണ്ട് വാങ്ങിച്ചൊരു ഗിഫ്റ്റ് ആണ്. അപ്പൊ അവൻ നോക്കിയപ്പോൾ ഓൾറെഡി അവൻ ഈ സാധനം ഉണ്ട് അവന്റെ വീട്ടിൽ. അപ്പൊ ഞാൻ പറഞ്ഞത്, നീ റിട്ടേൺ അയക്കണ്ട, നീ എന്തായാലും വാങ്ങിച്ചല്ലേ. എന്റെ ഫ്രണ്ട് ഇങ്ങനെ പഠിക്കുന്നുണ്ട്, അപ്പൊ അവർക്ക് ഇത് ഉപകാരപ്പെടണമെങ്കിലാ അങ്ങനെ പറഞ്ഞ് വാങ്ങിച്ച സാധനം ഇല്ലേ ഇത്. ഞാൻ എന്നാലും അതൊന്നും ഇപ്പൊ അറിയണ്ട, അത് സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. പക്ഷെ സുലി ചേച്ചി, അത് അവളുടെ ദേഹത്ത് ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പം എന്റെ സുലി ചേച്ചിക്ക് ഇങ്ങനെ രോമാഞ്ചാണാവും. സത്യം. ഇത് ഞാൻ തന്നെ വന്ന് പറിക്കണം, ഒരാൾക്കും പറ്റില്ല. ഓ, കൊള്ളാം. അതാ വേണ്ടത്. ഹലോ, ഇത് എവിടെ അമ്മ? നോക്കമ്മ, ലോകത്തെങ്ങും കാണാൻ പറ്റാത്ത കാഴ്ചയാണ്. പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടെ പോണ്ടേ? എവിടെ പോണ്ടേ? ഞങ്ങള് ഊട്ടി വഴി കൊടൈക്കനാൽ പോകണം. മസനെ എവിടെ കിടപ്പിച്ചല്ലേ? പിന്നെ അത് അങ്ങനെയല്ലേ. കല്യാണം. ആഹാ, ഭരണപക്ഷവും പ്രതിപക്ഷവും അങ്ങ് പുറത്താ. വീട്ടില് ഭാര്യ ഭർത്താക്കന്മാർ ഇങ്ങനെ തന്നെ ആയിരിക്കണം. പറഞ്ഞു കൊടുക്കമ്മ. അവനെ ബാലപാഠം മുതൽ എല്ലാം പഠിപ്പിച്ചു. അവനൊന്നും അറിഞ്ഞൂടാ. വല്ലപ്പോഴും വന്നിങ്ങനെ കുനിഞ്ഞു നിന്ന് 4 പുല്ല് പറിച്ചിട്ട് കാര്യമില്ല. അതിന്റെ ചോട്ടി ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുക്കണം. 4 പുല്ലെങ്കിലും ഞാൻ പറിക്കുന്നുണ്ടല്ലോ. ഒരു പുല്ലും പറിക്കാത്ത ചിലർ അവിടെ ഉണ്ടല്ലോ, അവർക്ക് ഉപദേശിക്കും. ഇത് ആ സെക്ഷനിലുള്ള കാര്യങ്ങളാണ്. അങ്ങോട്ടുള്ളത് അളിയും നോക്കണം. ഇവിടെ അവിടെ കാടാ. ഞങ്ങള് കാട് വളർത്തുകയാണ്, ഫോറസ്റ്റ്. ഇവിടെ ഇനി ഒരുപാട് പദ്ധതികളുണ്ട്. നിനക്ക് ചറുപറ ഇങ്ങനെ മുടി അങ്ങനെ കിടക്കട്ടെ. പെണ്ണുങ്ങളെ പോലെ നടത്തുന്നത് ഇവളാണ്. അങ്ങനെ മതി. കേട്ടാ, ഇത് കുറച്ചുകൂടെ വലുതായിട്ട്. ആ, ഒരു പ്ലെയിൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അതിലങ്ങ് പറക്കും. ആണ്ടേ സുലിച്ചേച്ചി വരും. നിങ്ങളുടെ വാ. ഇവിടെ എവിടെ പോണ എല്ലാരും കൂടെ? അടയം ഉണ്ടാക്കി പാഴ്സൽ എടുക്കാൻ വരാഞ്ഞെന്തിയേ? അത് പിന്നെ മുത്തിന് വേണ്ടിയിട്ടുള്ളായിരുന്നത്. മുത്തിന് വേണ്ടിയിട്ടുള്ളായിരുന്നു.
മുത്തിനാ? ആ ലല്ലുവിന്റെ കൂട്ടുകാരൻ അവന്റെ പെങ്ങക്ക് കൊണ്ട് എന്തോ ഒരു സാധനം ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. അപ്പോഴവർക്ക് വേറെ ഉണ്ടെന്ന്, അങ്ങനെ അത് മുത്തിന് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഇവക്ക് എന്തോ ഗുണമുള്ള സാധനമാണെന്ന് പറഞ്ഞു. അവക്ക് പ്രയോജനമുള്ളത് മേടിച്ചു കൊടുക്കാൻ ഞങ്ങളില്ലേ ചേച്ചി. പിന്നെ ഇതങ്ങോട്ട് ഒരുപാട് പ്രോത്സാഹിപ്പിക്കണ്ട കേട്ടാ. അവക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട് ഞങ്ങള്. പിന്നെ ഒന്ന് പറഞ്ഞു വിലക്കേക്കണേ. ഉണ്ടോ അവിടെ? ഞാൻ പറഞ്ഞു വിലക്കണോ അവനെ? വേണ്ട, ഒന്ന് പറഞ്ഞാ മതി. ഇതൊന്നും വേണ്ട. അത് ആര്? ചേട്ടാ ഒരു ഡെലിവറി ഉണ്ടായിരുന്നു. സുലോചന തമ്പിയുടെ വീടല്ലേ? ആ അതെന്റെ ചേച്ചി തന്നെ. സുലോചന തമ്പി അത് കറക്റ്റാണല്ലോ. ലല്ലു, ലല്ലു. അതാ സുലു ചേച്ചിയുടെ പേര് ഒരു പാഴ്സൽ ഓർഡർ ചെയ്തായിരുന്നു. എനിക്ക് അറിയാതെ ഓർഡർ ചെയ്തേ. ഇന്നലെ വരുമെന്നാ പറഞ്ഞേ. ഒരു ചെറിയ ഗിഫ്റ്റ്. ഇതാ? ആ. അപ്പൊ ഇന്നലെ വന്നതാണോ താത്തരുത്? ഇന്ന് വന്ന പാഴ്സലാണോ താത്തരുത്? ഇന്നലെ വന്നോ? ആ ഇന്നലെ ഒരു പാഴ്സൽ വന്നു. അത് പൊട്ടിക്കാൻ വേണ്ടി സുലിച്ചു വെച്ച് മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇതിലെന്തോന്നു? കിട്ടിയോ? ഇങ്ങ് കൊണ്ടോ മുത്തേ, നടന്നിട്ട് നീങ്ങണില്ലേ? ഇത് പിടിച്ചങ്ങോട്ട്. അല്ല, ഇത് ഇട്ട് കാണുമ്പോ എല്ലാവർക്കും സന്തോഷമാവുമെന്ന് അവൻ പറഞ്ഞത്. നല്ലതാ. അയ്യോ എന്നെ തെറ്റിദ്ധരിക്കല്ലേ. സോറി. താത്ത ഇങ്ങോട്ട് വാ. സൂപ്പി താത്ത, സത്യമായിട്ട് എന്നെ തെറ്റിദ്ധരിക്കല്ലേ. ഇത് ഞാൻ വാങ്ങിച്ച സാധനമല്ല. ഇത് സൂപ്പി താത്ത വാങ്ങിച്ച സാധനമാണ്. ഞാൻ വാങ്ങിച്ച സാധനം സൂപ്പി താത്തയുടെ കയ്യിൽ. ഏതാണ് ഈ സാധനം? കണ്ടില്ലേ? വേറെ ഒന്നുമില്ല, സത്യമായിട്ടും. ഇത് കണ്ട, ഞാൻ ഇത് മുത്തിന് വേണ്ടി ഒറിജിനൽ സാധനം ഓർഡർ ചെയ്തതാ. പക്ഷെ വന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഡോക്ടർ സെറ്റ് ആയിപ്പോയി. സുഫിക്ക് വാങ്ങിച്ചത് പറ അങ്ങോട്ട്. അത് എന്റെ സാധനമായിരുന്നു. മമ്മൂട്ടിക്ക് കാണാതിരിക്കാൻ സുരക്ഷിച്ചിട്ട് പേര് ഓർഡർ ചെയ്യും. പോലീസമ്മ, സത്യമായിട്ട് ഞാനാണ്ട് ഇതാണ് ഓർഡർ ചെയ്തത്, അതല്ല. അമ്മ വിശ്വസിക്കന്നെ, സത്യമായിട്ട്. കൊടുക്കാൻ കളിപ്പാട്ട്.
Audience.